മലപ്പുറം ബ്ലാക്ക് ഹോസിൻ്റെയും മലപ്പുറം സ്പോർട്ടിംഗ് ക്ലബിൻ്റെയും മുൻ പരിശീലകരുമായിരുന്ന പൂവിത്തൊടി അലവി എന്ന വാപ്പുട്ടിക്ക എല്ലാവരും വിശേഷിപ്പിച്ച കൽക്കത്ത ഫുട്ബോൾ പ്രേമികൾ റിക്ഷാവാല ഇന്ന് ഓമന പേരിട്ട് വിളിച്ച 11 വർഷത്തിനിടയിൽ 4 വ്യത്യസ്ത ടീമുകൾക്ക് സന്തോഷ് ട്രോഫിയിൽ കളി കെട്ടിയ ബൂട്ടും അണിഞ്ഞ ജേഴ്സിയും അഴിക്കും മുമ്പ് ഹൃദയാഘാതം മുതട്ട സെയ്തലവി മുതൽ 2001 MSP ട്രോഫിയിൽ AYC ഉച്ചാരക്കടവിന് കളിച്ചുകൊണ്ടിരിക്കെ എതിരാളികളായ ആലുക്ക തൃശ്ശൂരിൻ്റെ വിദേശ താരത്തിൽ മാരകമായി പരിക്കേറ്റ് ഗ്രൗണ്ടിൽ വീഴുകയും അബോധാവസ്ഥയിലായി കോഴിക്കോട് ബേബി മോറിൽ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മരണപ്പെടുകയും ചെയ്ത കോട്ടപ്പടിയിലെ മുഹമ്മദ് അഷ്റഫ് വരെയുള്ള പ്രതിഭകളുടെ മരിക്കാത്ത ഓർമ്മകൾ ഉറങ്ങുന്ന മലപ്പുറത്ത് MRC വെല്ലിംഗ്ടന് വേണ്ടിയും ASC ബാംഗ്ലൂരിനും MEGക്കും EME സെക്കന്ദരാബാദിലും കളിച്ച് ഇന്ത്യയിലെ മുഴുവൻ മേജർ ടൂർണമെൻറ്റുകളിലും കണ്ണൂർ ശ്രീനാരായണ മുതൽ ഡൽഹി ഡൂറന്റ് കപ്പ് വരെ കളിച്ച് മികവ് തെളിയിച്ച് മലപ്പുറത്തിൻ്റെ യശസ് ഉയർത്തിയ പട്ടാളക്കാരായ ഫുട്ബോൾ താരങ്ങളുടെ നിത്യസ്മരണകൾ ഉറങ്ങുന്ന മലപ്പുറത്ത് നീണ്ട 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലപ്പുറം സോക്കർ ക്ലബ്ബ് ആയുധ ഏപ്രിൽ മാസത്തിലാണ് അവസാനമായി മലപ്പുറത്ത് MSPയുടെ പരേഡ് ഗ്രൗണ്ടിൽ കളി നടന്നത്. അതിനുശേഷം ഒരു അഖിലേന്ത്യാ സെവൻസ് എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുമ്പോഴാണ് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യം രൂപീകരിക്കാൻ ഞങ്ങൾ തയ്യാറായത്. ഇവിടെയുള്ള പൗരപ്രമുഖരെ സഹോദരന്മാർ, ഞാൻ അതിൽ വിശദമായൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ മലപ്പുറം ടൗണിൽ MSP ഗ്രൗണ്ടിൽ 13 വർഷത്തിന് ശേഷം ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ്. സോക്കർ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സോക്കർ ഫസ്റ്റ് എന്ന പേരിൽ അതൊരു ക്ലബിൻ്റെ ഫുട്ബോൾ മാത്രമല്ല, മൊത്തം പുതിയ വിജയമാക്കി ഇവിടുത്തെ ആളുകൾക്ക് കളി കാണാനും കളി ആസ്വദിക്കാനുമുള്ളൊരു സംവിധാനം എന്ന നിലക്കാണ് എല്ലാവരെയും നമ്മൾ ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് വിളിച്ചു. നല്ല രീതിയിൽ MSP ഗ്രൗണ്ടിൽ അത് MSP ഇവിടുത്തെ അവർ തന്നെ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നതാണ്. അതിനുശേഷം ഈ അടുത്ത പ്രദേശത്തൊന്നും നമുക്ക് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ കമാൻഡറുമായൊക്കെ സംസാരിച്ച് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു പുതിയ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റായി മാറ്റണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ആ ആഗ്രഹം സഹകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണമാണ് നമ്മൾ ഈ സ്വാഗത സംഘത്തിൽ ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അധ്യക്ഷത വഹിക്കുന്ന സോക്കർ ക്ലബിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുഹൃത്ത് അസ്ലു, സോക്കർ ക്ലബ്ബ് വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട MLA സാഹിബ് അവരോട് ആമുഖം പറഞ്ഞ് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട സൂപ്പർ അഷ്റഫാക്ക, വേദിയിലെ സദസ്സിലൊക്കെയുള്ള മലപ്പുറത്തെ വിവിധ മേഖലകളിലെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകന്മാർ, ഇവിടെ ആമുഖ പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ നടക്കാനിരിക്കുന്ന നമ്മുടെ മത്സരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടനത്തിന് കാലക്കൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും അവർ പലരും അതിൽ പല ആളുകളും മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ ആവശ്യമായി. പക്ഷേ ഇന്നും ആ അർത്ഥത്തിൽ ദേശീയ പ്രശസ്തി എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് വന്ന് സംഭവിച്ചതല്ല, ഒരു പാരമ്പര്യമായി തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പൈതൃകവുമായി ചേർന്ന് നിന്നതായിരുന്നു നമ്മുടെ ഫുട്ബോൾ മേഖലയിൽ എന്നുള്ളത് ഡയറക്റ്റ് ഉൾപ്പെടെയുള്ളത് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ കുറച്ചൊരു വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം നമ്മൾ സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു വലിയ ആരംഭത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്തു. സോക്കർ ക്ലബ്ബ് ഇങ്ങനൊരു ആശയം മലപ്പുറം MSP മൈതാനം അതിന് അംഗീകരിച്ച് കിട്ടുകയും ചെയ്തപ്പോൾ തന്നെ എല്ലാവരും മലപ്പുറത്തേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ്. മലപ്പുറം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് ചേർന്ന അസോസിയേഷൻ യോഗത്തിൽ മലപ്പുറത്ത് ഫുട്ബോൾ നടത്താൻ വേണ്ടി പ്രഖ്യാപനം നടത്തി. അതനുസൃതമായിട്ടാണ് ഡിസംബർ മാസത്തിൽ നമ്മൾ ടൂർണമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകും. മുഴുവൻ ആളുകളും അതിനോട് സഹകരിച്ചുകൊണ്ട് ഒരു വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകും. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
ഒരു ഫുട്ബോൾ ടീമിനെ മലപ്പുറത്ത് വാർത്തെടുക്കണം നമ്മുടെ ആവശ്യങ്ങളാണ്. കളിക്കാൻ നമുക്ക് കിട്ടേണ്ടതാണ് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട്. കാരണം ഈ സദസ്സിൽ കൂടിയ അല്ലെങ്കിൽ വേദിയിലെ സദസ്സിലുമുള്ള എല്ലാ ആളുകളും ടൂർണമെന്റിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കും. മറ്റ് ഇതൊന്നുമില്ല, ഇത് നോക്കുന്ന എല്ലാം ഒന്നുമില്ല. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പഠിക്കുന്നപ്പോൾ എല്ലാവരും നോക്കും. എല്ലാവരും നോക്കുമ്പോൾ മലപ്പുറം എന്താണെന്ന് നോക്കി അതിൻ്റെ ആളിലേക്ക് നോക്കും. ആ മലപ്പുറത്ത് ഹൃദയത്താളാണ് ലഹരിയാണ്. അത് ആ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചെത്തണം. അതിനു വേണ്ടുന്ന പ്രവർത്തനം ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവരുടെ ആശംസ നിർദ്ദേശിക്കുന്നു. ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളാണ് അതിന്റെ ഭാഗമാണ്. ഇവിടെ ചെറിയ രൂപം ചെയർമാൻമാരെ കുറിച്ചും കൺവീനർമാരെ കുറിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സബ് കമ്മിറ്റികളാണ്. എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യത്തിൽ. എന്തായാലും നമ്മൾ ഒരു ഫുട്ബോൾ നമ്മളെല്ലാവരും സാമ്പത്തികമാണ് ഒരു ടൂർണമെൻറ്റിൽ ഇതിനകത്തിരിക്കുന്ന ഇതിൻ്റെ സ്വാസംഘം കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഫുട്ബോളിന് താല്പര്യമില്ല. നമുക്ക് അദ്ദേഹത്തെ ഒരു ഗസ്റ്റാക്കി